ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു, സ്കിപ്പ് ചെയ്യാതെ കണ്ടു, അങ്ങനെ ചെയ്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് രാവിലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പച്ചരിയുടെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രാമ്പൂ പട്ടയൊക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടിരിക്കുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ ഒരു സവാളയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 മുട്ട എടുത്തിട്ട് നേരത്തെ കുക്കറിലിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മുട്ട പുഴുങ്ങണത് കേട്ടോ. ഞാൻ സാധാരണ വെള്ളം വെച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് അതുതന്നെ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസിൽ കണ്ടതാണ് കേട്ടോ, കുക്കറിലിടുന്നത്. അങ്ങനെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 വിസിലടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ. അങ്ങനെ അത് ഒന്ന് പുഴുങ്ങി തണുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാലയുടെ പൊടി ഉണ്ടല്ലോ, മസാലപ്പൊടി ഞാൻ ഇവിടെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ ഒരു പരിചയം വെച്ച് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്കൊരു പിടിയില്ല, എത്തും പിടിയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ്, ഇതുപോലെ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുന്നതുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് അങ്ങോട്ട് പരീക്ഷിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കഴിച്ചപ്പോൾ എന്തായി, വാങ്ങണ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, അതിൽ വേറെ എന്തോ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെയായാലും ശരി, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എങ്കിലും വീട്ടിലുണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് നടുക കീറി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ തണുപ്പ് പോകാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തിയാണ്, അപ്പോൾ അത്യാവശ്യം നല്ല വലിയ മത്തിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ടൈം അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ലൈവിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തേങ്ങ നമ്മൾ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ സമയത്ത് വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും തേങ്ങ വെയിലാകുമ്പോഴേക്ക് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ വെയിലായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അത്രയും നേരം വെയിൽ കൊണ്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതൊരു ഇടുന്ന സമയത്ത് തന്നെ അപ്പൂസും മനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് തേങ്ങ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ 1 മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്നുണ്ട് മഴക്കാർ വരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇവിടെ ഇടിയും മഴയൊക്കെയാണ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തൊട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മണി ആയപ്പോൾ ഇനി അധികം നേരം എന്തായാലും കിട്ടില്ല എന്ന് മനസ്സിലായി കേട്ടോ. ഉച്ചയ്ക്കാവുമ്പോൾ തൊട്ട് എന്തായാലും മഴ പെയ്യുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ 1 മണി ആയപ്പോഴാണ് കേട്ടോ, 1 മണിക്ക് ലൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1 മണി ആയപ്പോൾ ഞങ്ങൾ ഇതേ മഴക്കാർ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പെറുക്കിയിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴും ഇതേ അപ്പൂസുണ്ട്,
മനു ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മനുവിനോട് പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് വീഡിയോ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ക്യാമറാമാൻ മനു ആണ് കേട്ടോ. പിന്നെ അത് അവിടെ കാണുന്നതാണ് പള്ളി കേട്ടോ. പാടത്തിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതാണ് പള്ളി. പിന്നെ ഇവിടെ താഴത്തെ തൊടിയിൽ എന്തോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആടലോട് കാണുന്നു തോന്നുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ നിങ്ങൾ താഴത്ത് ഇങ്ങനെ നന്നാക്കി ഇട്ടിരിക്കണേ, അവിടെ ആടലോടകം ആണ്. എൻ്റെ പണ്ടത്തെ വീഡിയോസ് കണ്ട കൂട്ടുകാർക്ക് അറിയാൻ പറ്റും, ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടാണത് കേട്ടോ. അതങ്ങനെ JCB ഒക്കെ വന്ന് മാന്തി ഇതാക്കി ഇന്നലെ ഇന്നൊക്കെ അവിടെ പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ആടലോടകം കുഴിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കമ്പാണ് എന്ന് തോന്നുന്നു, അവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ പണിക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. 1-2 ആൾക്കാരുണ്ട്. പിന്നെ ആ സ്ഥലത്തിൻ്റെ ആളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ടൈമിൽ അത് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. 1 മണിയൊക്കെ ആയപ്പോഴേക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആരെയും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെയൊക്കെ നല്ല പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അങ്ങനെ മുറ്റത്തേക്ക് അധികം ഇറങ്ങുമൊന്നുമില്ല കേട്ടോ. അപ്പൂസൊക്കെ വരും വെയിലെത്തിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പെട്ടെന്ന് നീരിറക്കം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ഒരു പണിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെയിലത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേങ്ങയൊക്കെ പെറുക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ആ ഒരു ചോറുണ്ണുന്ന ടൈം ആയപ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തേങ്ങയൊക്കെ പെറുക്കിയിട്ട് കഴിഞ്ഞു. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ, തേങ്ങയ്ക്കൊക്കെ നല്ല ചൂടും ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്നാണല്ലോ വെയിൽ മാറി മഴക്കാറ് വന്നിരിക്കണത്. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മറ്റേ മാണിത്തട്ട ഉണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു, മുട്ടയും കൂട്ടിയെടുത്തു. പിന്നെ മീനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അപ്പൂസും കൂടി ഒന്നിച്ചാണ് ചോറുണ്ണണത്. ആൾക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അപ്പൂസും കൂടെ ചോറുണ്ടു. മനു വേറെ പ്ലേറ്റിലും അങ്ങനെയാണ് ചോറ് എടുത്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇടിയും മഴയും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഇടി മഴയൊക്കെ ആയിരുന്നു കേട്ടോ 2 മണി ആയ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും അപ്പൂസൊക്കെ ഒന്ന് കിടന്നുറങ്ങി കേട്ടോ. അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഇടി മഴയാണ്, ലൈവ് ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. പിന്നെ നമ്മൾ മുറ്റത്തേക്ക് പോയിട്ടും കാര്യമില്ല, മുറ്റത്ത് ഓരോ പണികളുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. വെയിലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റൊന്ന് മഴ പെയ്തതുകൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനും അപ്പൂസിൻ്റെ കൂടെ കിടന്നുറങ്ങി. പിന്നെ അതേ ഒരു എന്താ പറയുക 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 മണി 4 മണി ആയിട്ടുണ്ട് തോന്നുന്നു. ആ 4 മണി ആയ സമയത്ത് അപ്പൂസ് എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെയാണ് ഞാനും എണീറ്റിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ തന്നെ അപ്പൂസ് ചോറ് എന്നും പറഞ്ഞാണ് എണീറ്റിട്ടുള്ളത് കേട്ടോ. ചോറ് വേണമെന്നും പറഞ്ഞിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് മുട്ടക്കറി ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോറ് വേണമെന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ മുട്ടക്കറി അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനും പറഞ്ഞു കേട്ടോ ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ആൾ പറയുന്നുണ്ട് ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ വേറെ പത്തിരി അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോഴും എൻ്റെ കൂടെ മനു അപ്പൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസാണെങ്കിൽ ഞാൻ എപ്പോൾ ചൂലെടുത്താലും എനിക്ക് അടിച്ചു വരണമെന്ന് പറഞ്ഞ് നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ഒരു ചൂല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചൂല് ഇപ്പോൾ ആൾക്ക് വേണ്ട, ഇപ്പം ഞാൻ അടിച്ചു വരുന്ന ചൂല് മാത്രം മതി. അപ്പോൾ അങ്ങനെ അപ്പൂസിന് കുറേ നേരം അടിച്ചു വരാനൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വിളക്ക് കാണിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴേക്കാണ് ഇപ്പോൾ അടിച്ചു വരുന്നത്. രാവിലത്തതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുത്തി വയ്ക്കുന്ന ടൈമും കൂടി ആകുമ്പോഴേ നമ്മൾ അടുക്കളയിലുള്ള പണിയും ഒക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ചാർജ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുത്തി വെച്ചിട്ടാണ് വരിക. അപ്പോൾ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതങ്ങനെ എല്ലായിടത്തും അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്ക് ഞാൻ അടിച്ച് വരുമ്പോഴേക്ക് മനുവിനോട് കുളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ മനു കുളിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൂസ് എൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അപ്പൂസ് ഇരുന്ന് കളിക്കുന്ന സ്ഥലം. അപ്പോൾ ഞാൻ ഇവിടെയും കൂടി അടിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ അടിക്കലും അടിച്ചു വാരി തുടച്ചിടുന്ന സ്ഥലം തന്നെയാണ്. പുറം ഭാഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ടാണ് അപ്പൂസ് കളിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ അടിക്കലും തുടയ്ക്കലും രാവിലെ തന്നെ കഴിയും കേട്ടോ. അപ്പോൾ ആൾ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് ഇരുന്ന് കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നാളെ കാണിക്കാം. ഓക്കെ, ബായ് എല്ലാവർക്കും, ബായ്.